Hi friends, welcome to Anu's Kitchen. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. പിന്നെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവോള ഇതുപോലെ നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ അളവ് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇത് നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറണം. അതുപോലെ സവാള കുറച്ചും കൂടെ ഒന്ന് വാടുകയും വേണം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർക്കാം. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതുവരെ വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. വെറുതെ തക്കാളി മിക്സിയിലിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചതാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയുടെ പച്ച ചൊവ നന്നായി മാറണം. അതുപോലെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരുകയും വേണം. ആദ്യം നമ്മളിത് വഴറ്റി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പച്ചപ്പ് നമുക്ക് അറിയാൻ പറ്റും. മണത്തിലായാലും ടേസ്റ്റിലായാലും അറിയാൻ പറ്റും. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ ആ വെള്ളം എല്ലാം വറ്റിയത് ഡ്രൈ ആവും. അതുപോലെ തക്കാളിയുടെ ആ പച്ചപ്പ് നന്നായി മാറുകയും ചെയ്യും. കണ്ടോ, ഇതുപോലെ ആവണം. ആ തക്കാളിയുടെ പച്ചപ്പെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ആദ്യം ഒരു 1/4 ഗ്ലാസ് ഒഴിക്കുവാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം കൂടുതൽ വേണമെന്ന് തോന്നിയാൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് മുട്ടയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഒരല്പം കൂടി ഗ്രേവി വറ്റും. അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഞാൻ ഏതായാലും ബാക്കിയിരിക്കുന്ന 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുവാണ്. ഞാൻ ഈ ഗ്ലാസ്സിലാണ് 1 ഗ്ലാസ് വെള്ളം എടുത്തത്. അപ്പോൾ ഇത്രയും ഗ്രേവി മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. ഗ്രേവി ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സവോളയൊക്കെ ഒന്ന് വെന്താൽ മതി. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പോൾ കറി തിളയ്ക്കുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മതിയാവും. കുരുമുളക് പൊടിയുടെ അളവും നിങ്ങളുടെ ഇഷ്ടം പോലെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തു. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി 5 മിനിറ്റ് ആയി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഇത് കുറുകേണ്ട ആവശ്യമില്ല. സവോളയൊക്കെ ഒന്ന് വെന്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ചല്ല ഒഴിക്കുന്നത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, സ്പൂണിട്ട് ഇളക്കുന്നതിന് മുന്നേ. ഏകദേശം ഒരു 1/2 മിനിറ്റ് ഇതുപോലെ ഇളക്കാതെ തന്നെ വെക്കാം. അപ്പോൾ 1/2 മിനിറ്റ് കഴിയുമ്പോൾ സ്പൂണിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ മുട്ട ഫുള്ള് ഗ്രേവിയിലായിട്ട് അതങ്ങ് തിക്കാവും. മനസ്സിലായോ? നല്ല കുറുകിയ പോലെ ആവും. ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് ചൂടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഒത്തിരി സമയം വെക്കരുത്. ഇത് ബ്രെഡിൻ്റെ കൂടെ, അതുപോലെ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഞാനിന്ന് ഇടിയപ്പത്തിൻ്റെ കൂടെയാണിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.